ഗാർഹസ്ഥ്യത്തെക്കുറിച്ച് ധാർമ്മികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഗാർഹസ്ഥ്യ ജീവിതം യഥാർത്ഥത്തിൽ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മെ സ്വയം പരിപക്വമാക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു ആശ്രമം കൂടിയാണ്. അപ്പോൾ ധർമ്മം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് സ്വധർമ്മത്തിൻ്റെ കർമ്മഭാരങ്ങളെല്ലാം തന്നെ കുറഞ്ഞ് കർമ്മങ്ങൾ ലഘൂകരിക്കപ്പെട്ട് സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോൾ സുഖം നല്ലവണ്ണം അനുഭവിക്കാൻ പറ്റും. വാർദ്ധക്യം ഒരിക്കലും ദുഃഖഭൂയിഷ്ഠമായിട്ട് തീരുകയില്ല. അതാണ് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചാലുള്ള ഗുണം. പക്ഷെ അതിന് വ്യക്തി വേണ്ടവണ്ണം തന്നെ പാകപ്പെടുത്തി എടുക്കണം. പാകപ്പെടുത്താത്ത ഒരു വ്യക്തി സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കൂടുതൽ ദുഃഖമേ ഉണ്ടാകുള്ളൂ. സന്യാസാശ്രമത്തിലേക്ക് ഗാർഹസ്ഥ്യ ജീവിതം കൊണ്ട് പാകപ്പെടാതെ പ്രവേശിച്ചാൽ ഉള്ളിൽ കാമമിരിക്കുകയും ഉള്ളിൽ താല്പര്യങ്ങളും ആർത്തിയും ആഗ്രഹമൊക്കെ ഇരിക്കുകയും സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ അലട്ടലുമായിട്ട് ആ വ്യക്തിയെ ബാധിക്കുകയും ചെയ്യും. അപ്പം സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഹന്ത, മമത, ദുര ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ മക്കൾ, എൻ്റെ പ്രോപ്പർട്ടി, എൻ്റെ സമ്പാദ്യം, എൻ്റെ അംഗീകാരം, ഇതെല്ലാതും ഗാർഹസ്ഥ്യ ജീവിതത്തിലെ ഭാഗമായിട്ട് തീർന്നു പോകണം. അങ്ങനെയുള്ള വിചാരങ്ങളെല്ലാം കടന്നു പോകണം. പടവുകൾ കയറി പോകുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത്. അത് ഉയരത്തിലേക്കുള്ള പടവുകളാണ്. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് ഗുരു ഊന്നി പറയുന്നത്. 24 വയസ്സ് ഒരാൾ വിവാഹിതനായി കഴിഞ്ഞാൽ 60 വയസ്സാകുമ്പോൾ സന്യാസം സ്വീകരിക്കണം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ 60 വയസ്സാകുമ്പോൾ ഇത് ഗൃഹസ്ഥന്മാരെ കുറിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആശ്രമ വ്യവസ്ഥയെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ധർമ്മം പൂർണ്ണതയോടുകൂടിയിട്ട് എഴുതിയിട്ടുള്ളത്. 60 വയസ്സ് വരെ നിങ്ങൾ ഗാർഹസ്ഥ്യം നയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ തന്നെ നാം സൈക്കോളജിക്കലി, മാനസികമായി റിട്ടയർ ആയിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പലതിൽ നിന്നും വിരമിക്കണം. ആ വിരമിക്കൽ പ്രക്രിയ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 60 വയസ്സാകുമ്പോഴേക്കും നിങ്ങളിൽ സന്യാസഭാവം മുന്നിട്ട് വരും. സന്യാസഭാവത്തിൽ ലോക ജീവിതത്തിലെ താല്പര്യങ്ങൾ നമുക്ക് കുറഞ്ഞു വരണം. അപ്പോഴാണ് സുഖം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യങ്ങളെ ഏറ്റവും ലഘൂകരിച്ചു കൊണ്ടുവരണം. ഏറ്റവും ചുരുങ്ങിയ ആവശ്യങ്ങളിൽ ജീവിക്കാൻ പഠിക്കണം. കൂടുതലും ധ്യാനനിരതമായ ഒരു ജീവിതം ശീലിക്കണം. പ്രാർത്ഥന, വിചാരം, സ്വാധ്യായം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും 60 വയസ്സ് കഴിഞ്ഞിട്ടും ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങളും ദുരകളും ഒക്കെ ആയിട്ട് പാഞ്ഞു നടക്കുന്ന ഈ ലോകം നമുക്ക് കാണാം. അംഗീകാരത്തിനും മമത, അതുപോലെ സ്നേഹം, ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ അറിയാത്തതുകൊണ്ട്, ആത്മാവിനെ അറിയാത്തതുകൊണ്ട്, ആത്മാവിലേക്കുള്ള പാത ഒരുങ്ങാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഈ വിമിട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്ലോകം 178. ഉദ്വാഹാർത്ഥം ഗുരുകുലാൻ നിർധാര്യേതാം വധൂവരോ തത്കർമ്മ തത്ര കാര്യം വാ ജാനതാ ദേവതാലയേ. ഉദ്വാഹാർത്ഥം വിവാഹത്തിനായിട്ട് വധൂവരന്മാര് ഗുരുകുലത്തിൽ നിന്നും നിർധാര്യേതാം തെരഞ്ഞെടുക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഗുരുകുലത്തിൽ നിന്ന് ചെയ്യണം, നിർദ്ധാരണം ചെയ്യണം. ജാനതാ തത്കർമ്മ, അറിവുള്ളവരാൽ ആ വിവാഹകർമ്മം തത്രവ, അവിടെ വെച്ചോ, ഗുരുകുലത്തിൽ വെച്ചോ, ദേവതാലയേവ, ക്ഷേത്രത്തിൽ വെച്ചോ കാര്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പൊ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹം എവിടെ നിന്ന് ഒരു പുരുഷൻ അവൻ്റെ സഹധർമ്മിണിയെ തിരഞ്ഞെടുക്കണം? ഒരു ഗുരുകുലത്തിൽ പഠിച്ചവരാണെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്.
സമാനത്വം ഉണ്ടായിരിക്കും ധർമ്മങ്ങൾക്ക് തമ്മിൽ. ഗുരുവിൽ അവർക്ക് ഉത്തമ വിശ്വാസമുണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ തിരഞ്ഞെടുക്കണം. മാത്രമല്ല അറിവുള്ളവരാൽ ആ വിവാഹകർമ്മം നടത്തി കൊടുക്കണം. ഗുരുകുലത്തിൽ വെച്ചാണെങ്കിൽ അത് ഉത്തമം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ വെച്ചോ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. പാവനമായ ഒരിടത്ത് വിവാഹം നടത്തണം. ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഗുരു ഇവിടെ പറയുന്നു.